റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ വധിക്കാൻ യുക്രൈൻ ശ്രമമെന്ന റഷ്യ. ഔദ്യോഗിക വസതിക്ക് നേരെ യുക്രൈൻ ഡ്രോൺ ആക്രമണം നടത്തിയെന്ന ആരോപണം. 2 ഡ്രോണുകൾ നശിപ്പിച്ചുവെന്നും റഷ്യ. ആക്രമണ വാർത്ത നിഷേധിച്ച് യുക്രൈൻ. ക്യാമറ ഇടപാടിൽ ആരോപണം ഘട്ടിപ്പിച്ച പ്രതിപക്ഷം. വലിയ ഗൂഢാലോചന നടന്നെന്ന് VD സതീശൻ. മുഖ്യമന്ത്രിയുടെ ബന്ധുവിന് പങ്കുണ്ടെന്ന ആരോപണം ഉയർന്നിട്ടും മറുപടിയില്ല. ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് ആവർത്തിച്ച് രമേശ് ചെന്നിത്തല. വിവാദത്തിലായ പ്രസ് ഓഡിയോയുടെ കോഴിക്കോട് ഓഫീസിലേക്ക് യൂത്ത് ലീഗിന്റെ മാർച്ച്. അരിക്കൊമ്പനെ നിരന്തരം നിരീക്ഷിക്കണമെന്ന് ഹൈക്കോടതി. അരിക്കൊമ്പന്റെ സഞ്ചാരം തമിഴ്നാട് മേഖലയിലേക്കാണെന്നും നിരീക്ഷണം തുടരുന്നുവെന്നും വനംവകുപ്പ്. ദൗത്യസംഘത്തിന് ഹൈക്കോടതിയുടെ അഭിനന്ദനം. റേഡിയോ കോളർ ബന്ധം തടസ്സപ്പെട്ട അരിക്കൊമ്പൻ വീണ്ടും റേഞ്ചിലെത്തി. കോട്ടയത്ത് സൈബർ അധിക്ഷേപത്തെ തുടർന്ന് പെൺകുട്ടി ആത്മഹത്യ ചെയ്തതിൽ പ്രതിക്കായി തിരച്ചിൽ. അരുണിന്റെ അവസാന ടവർ ലൊക്കേഷൻ കോയമ്പത്തൂരിൽ. കടുത്തുരുത്തി പോലീസ് സ്റ്റേഷനിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ സംഘർഷം. പെൺകുട്ടി നൽകിയ പരാതി പോലീസ് ചോർത്തിയെന്ന ആരോപണം. പ്രതിക്കായി ലുക്കൌട്ട് നോട്ടീസ്. നെയ്യാറ്റിങ്കര ജനറൽ ആശുപത്രിയിൽ പ്രസവത്തിനിടെ ചികിത്സാ പിഴവെന്ന പരാതി. നവജാത ശിശുവിന്റെ ഇടത് കൈയുടെ ചലനശേഷി നഷ്ടപ്പെട്ടെന്ന് കുടുംബം. അന്വേഷണത്തിന് ഉത്തരവിട്ട് ആരോഗ്യമന്ത്രി. കേന്ദ്ര കായിക മന്ത്രി അനുരാഗ് സിംഗ് ഠാക്കൂറിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി ഗുസ്തി താരങ്ങൾ. കായിക മന്ത്രി ശ്രമിച്ചത് വിഷയം ഒതുക്കി തീർക്കാനെന്ന് വിനേഷ് ഫോഗട്ട്. സമരം ചെയ്യുന്ന ഗുസ്തി താരങ്ങളെ കാണാനെത്തിയ PT ഉഷയ്ക്ക് നേരെ പ്രതിഷേധം.